ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലെപ്പോഴും കാണുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. നേന്ത്രപ്പഴവും റവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. റെസിപ്പിയിലേക്ക് പോകും മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടോടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു കനത്തിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം മുഴുവനായും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഈ നേന്ത്രപ്പഴം ഒന്ന് വെന്ത് വരണം. വെന്ത് ഉടഞ്ഞു കിട്ടുന്ന പരുവത്തിന് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പം നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഇപ്പോൾ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വറക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഈ നേന്ത്രപ്പഴയും റവയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കരയിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കരയും തേങ്ങയൊക്കെ നേന്ത്രപ്പഴത്തിൽ നന്നായിട്ടൊന്നും പിടിച്ച് കിട്ടുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ശർക്കരയൊക്കെ നേന്ത്രപ്പഴത്തിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ചിട്ടുള്ള പാലൊന്നുമല്ല, നോർമൽ തണുത്തിട്ടുള്ള പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ പാനിൽ നിന്നും ഒന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്ത് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതിപ്പം ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവനായും ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്നാകുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്